ഇന്നത്തെ വീഡിയോ സൗദി അറേബ്യയെക്കുറിച്ച്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അറേബ്യയിൽ ഐക്യത്തിൻ്റെ ചങ്ങല തീർത്തത്. പ്രകൃതി സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകളും ഗോത്രങ്ങൾക്കിടയിലെ അനൈക്യവും വറുതികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി കിങ്ഡം ഓഫ് സൗദി അറേബ്യ അഥവാ അൽ മംലക്കത്തുൽ അറബിയത്തി സൗദിയ എന്ന ആധുനിക സൗദിയുടെ ചരിത്രം അറിയാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദേശം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പരിപാവനമായി കാണുന്ന 5 നേരത്തെ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ മുന്നിടുന്ന പുണ്യ കഅബ സ്ഥിതി ചെയ്യുന്ന നാട്. ലോക മുസ്ലിമീങ്ങൾ തീർത്ഥാടനത്തിനായി പോകുന്ന 3 സ്ഥലങ്ങളിൽ 2 സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. മക്കയും മദീനയുമാണവ. മൂന്നാമത്തത് ഫലസ്തീനിലെ മസ്ജിദ് അൽ അഖ്സയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യം, അങ്ങനെ സൗദി അറേബ്യയ്ക്ക് വിശേഷണങ്ങൾ പലതാണ്. ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ ഉപദ്വീപിന്റെ 5ൽ 4 ഭാഗവും നിറഞ്ഞു കിടക്കുന്നു സൗദി അറേബ്യ. കുവൈത്ത്, ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ തുടങ്ങിയവയാണ് അറേബ്യയിലെ മറ്റു രാജ്യങ്ങൾ. അറബിക്കടലും ചെങ്കടലും ഒമാൻ പേർഷ്യ ഉൾക്കടലും ഉപദ്വീപിന്റെ 3 വശങ്ങളിലായി കിടക്കുന്നു. പേർഷ്യൻ ഉൾക്കടൽ തീരത്തെ ദിൽമുൺ സംസ്കാരം സുമേറിയൻ നാഗരികതയ്ക്ക് സമകാലികമായിരുന്നു. മെസപ്പൊട്ടോമിയ, നൈൽ നദീതടം എന്നീ 2 സാമൂഹിക വളർച്ചയുടെ ഉയർന്ന ഘട്ടത്തിൽ അറേബ്യൻ ഉപദ്വീപ് പുരാതന കാലത്തെ പ്രധാന നാൽക്കവലയായി മാറി. വളർന്നുവന്ന വാണിജ്യം കൂടുതൽ വികസനത്തിന് കാരണമായി. അതോടെ കച്ചവട സംഘങ്ങളുടെ കൂട്ടം കൂടുതലായി ഉപദ്വീപിൽ വന്നു തുടങ്ങി. കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് ഉപദ്വീപിലെ വ്യാപാരികൾ വിപുലമായ വ്യാപാര ശൃംഖല കെട്ടിപ്പടുത്തു. ത്വായിഫിലെ ബദാം, മദീനയിലെ ഈന്തപ്പഴം, അറബി കുന്തിരിക്കം എന്നിവയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറി. കൂടാതെ ഇന്ത്യയിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾ ഇറക്കുമതി ചെയ്തു. ഒമാൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്ന് വൻ കച്ചവട സംഘങ്ങൾ സൗദിയിൽ എത്തിയിരുന്നു. കഠിനമായ കാലാവസ്ഥയും ജനവാസയോഗ്യമായ സ്ഥലങ്ങളുടെ കുറവും അറേബ്യയിൽ വൻതോതിലുള്ള ജനവാസം അസാധ്യമാക്കി. മക്കയിലെ ജബലനൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എന്ന മലക്ക് അഥവാ മാലാഖ മുഖേന രക്ഷിതാവിന്റെ വഹി അഥവാ ദിവ്യ സന്ദേശം ലഭിച്ചു. പ്രപഞ്ചനാഥൻ ഏകനാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും പ്രഖ്യാപിച്ചു. ആദ്യകാലങ്ങളിൽ രഹസ്യമായും പിന്നീട് പരസ്യമായും പ്രബോധനം നടത്തി. ഇതോടെ പ്രവാചകന്റെ ജീവിതത്തിലും ദർശനത്തിലും ആകൃഷ്ടരായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ ശത്രുക്കളുടെ കൊടിയ എതിർപ്പും കടുത്ത അക്രമവും രൂക്ഷമായി വന്നു. ജീവന് ഭീഷണിയായതിനെ തുടർന്ന് AD 622 പ്രവാചകനും അനുചരന്മാരും മദീനയിലേക്ക് പലായനം ചെയ്തു. മുഹമ്മദ് നബിയുടെ പ്രസ്തുത ദേശാന്തര ഗമനം മുതലാണ് ഹിജ്റ വർഷം അഥവാ ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത്. AD 628 ആയപ്പോഴേക്കും മദീന പൂർണ്ണമായും മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായി. ഇതിനിടയിൽ വിവിധ ഗോത്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും മക്കയിലേക്ക് രക്തരഹിത വിപ്ലവത്തിലൂടെ മടങ്ങിയെത്തുന്നതിനും പ്രവാചകനും അനുചരന്മാർക്കും കഴിഞ്ഞു. ഫതഹ് മക്ക അഥവാ മക്ക വിജയം എന്നാണ് ഇതിന് പറയുന്നത്. പ്രവാചകനും അനുചരന്മാരും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് 7ാം വർഷം. ഇന്നത്തെ വിവിധ അറബ് മേഖലകൾ അന്ന് ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ കത്തയച്ചു. ഇന്നത്തെ റിയാദ് ഉൾപ്പെടെയുള്ള നജിദ് അന്ന് ഭരിച്ചിരുന്നത് ബനു ഹനീഫ വംശജനായ തുമാമ ഇബ്നു ഉത്തലാണ്. അദ്ദേഹം ആദ്യം ഇത് എതിർത്തെങ്കിലും അദ്ദേഹവും ജനതയും അധികം വൈകാതെ ഇസ്ലാം സ്വീകരിച്ചു. റിയാദിലെ വാദി ഹനീഫയോട് ചേർന്നായിരുന്നു ആ ജനത ജീവിച്ചിരുന്നത്. പിന്നീട് മേഖലയിലെ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഭരണങ്ങൾ മാറിമറിഞ്ഞു. 9ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ റിയാദ് ഉൾപ്പെടുന്ന നജിദ് പ്രദേശം ഭരിച്ചിരുന്നത് ബനു ഹനീഫ ഗോത്രത്തിന്റെ എതിരാളികളായിരുന്ന ഉഖൈദർ രാജവംശമായിരുന്നു. ഇത് ഭരണ സാമ്പത്തിക മേഖലയിലെ ഇരുണ്ട യുഗമായാണ് ഇവർ പറയുന്നത്. ആ സമയത്ത് നജിദിലുണ്ടായിരുന്ന ഗോത്രങ്ങളിൽ ചിലത് ഉഖൈദർ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നത്തെ കിഴക്കൻ പ്രവിശ്യയായ ദമാമിലും പരിസര പ്രദേശങ്ങളിലുമായി മാറി താമസിച്ചു. 19ാം നൂറ്റാണ്ടോടെ ബനു ഹനീഫ ഗോത്രം അധികാരം കൊണ്ടും ആൽബലം കൊണ്ടും സ്വാധീനമുള്ളവരായി. കൊല്ലം 1446 ബനു ഹനീഫയിലെ അൽദുറു ഗോത്രത്തിലെ മറാത്ത വംശത്തിന്റെ തലവനായ അൽ മുറൈദ നജിദിൽ നിന്ന് പോയവരെ വാദി ഹനീഫയിലേക്ക് തിരികെ എത്തിച്ചു. അൽദുറു ഗോത്രക്കാരായ ആ ജനത താമസിച്ച മേഖലയ്ക്ക് ദിരിയ എന്ന് പേരിട്ടു. ഇവിടുന്ന് തുടങ്ങുന്നു ആദ്യ സൗദി സ്റ്റേറ്റായ ദിരിയയുടെ തുടക്കം. ജനജീവിതം വികസിച്ചു. വിവിധ രാജവംശങ്ങളും ഗോത്രങ്ങളും പിടിച്ചെടുക്കുകയും തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1720 ഇമാം മുഹമ്മദ് ബിൻ സഊദ് ദിരിയ എന്ന പ്രമുഖൻ മേഖലയുടെ ഭരണ നേതൃത്വം ഏറ്റെടുത്തു. പിന്നാലെ 1727 അദ്ദേഹം ദിരിയയുടെ ഭരണാധികാരിയായി. രാഷ്ട്രത്തിന് അദ്ദേഹം നൽകിയ കുടുംബപ്പേരിൽ നിന്നാണ് സൗദി അറേബ്യ രൂപം കൊള്ളുന്നത്. 1744 മതപണ്ഡിതനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായുള്ള സഖ്യത്തിലൂടെ അന്നുണ്ടായിരുന്ന 3 സംസ്ഥാനങ്ങൾ ചേർന്ന് അല്പം കൂടി വലിയ രാജ്യമായി ദിരിയ മാറി.
പിന്നീട് വന്ന ലോക സൈനിക ശക്തികളുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും ആ ശക്തികളുടെ പതനത്തിനും ശേഷമാണ് അൽ മംലക്കത്തുൽ അറബിയത്ത് സൗദിയ എന്ന ഇന്നത്തെ സൗദി അറേബ്യയുടെ ഉദയം. പിന്നീട് പല നാട്ടുരാജ്യങ്ങളും ഭരണപ്രദേശങ്ങളും സൗദി അറേബ്യയുടെ ഭരണപരിധിയിൽ ചേർത്തു. ഖലീഫമാരുടെ ഭരണകാലശേഷം അറബ് മേഖലയിലെ രാഷ്ട്രം എന്ന സങ്കല്പത്തിൻ്റെ പൂർത്തീകരണം കൂടിയായിരുന്നു സൗദി അറേബ്യ.